ഇന്നലെ മോളിവുഡ് ടൈംസ് കണ്ടു. നിങ്ങളുടെ വർക്ക്, നിങ്ങളുടെ പീസ് ഓഫ് ആർട്ട്, അത് ആർക്ക് വേണ്ടിയിട്ടും ഒരു ടൈമിലും നോ കോംപ്രമൈസ്. അഭിനവ് സുന്ദർ നായിക്, ദി വേ ഓഫ് സ്റ്റൈൽ. എങ്ങനെയാണ് ആ ഡയറക്ടറിൻ്റെ ഒരു സ്റ്റോറി പറയുന്ന രീതി, ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുന്നത്, സെയിം അതേ സാധനമാണ് മോളിവുഡ് ടൈംസിലും പുള്ളിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നസ്ലിൻ ആസ് എൻ ആക്ടർ, വൺ ഓഫ് ദ ബെസ്റ്റ് കരിയർ പെർഫോമിങ്. പിന്നെ നസ്ലിൻ്റെ ചെറുപ്പകാലം അഭിനയിച്ച ആ കുട്ടി സൂപ്പറായിരുന്നു. നസ്ലിനല്ലാണ്ട് ഈ മൂവി വേറെ ആർക്കും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നസ്ലിന് വേണ്ടി മാത്രമായിട്ട് എഴുതിയ സ്ക്രിപ്റ്റാണ്. അത് ഓൾറെഡി ഒരു ഇൻ്റർവ്യൂവിൽ ഡയറക്ടർ പറഞ്ഞു കഴിഞ്ഞു. I felt like this should be the film that we should make, and I felt only Naslin could do it. ഹാർഡ് വർക്ക്, പാഷൻ, ടാലന്റ്, ഈ മൂന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും. എനിക്ക് വെറൊരു ഫിലിം മേക്കറായ പോരാ സുചി. എൻ്റെ ഫീൽഡിലെ ബെസ്റ്റ് ആവണം, ദി ബെസ്റ്റ്. എനിക്ക് ഈ മൂവി ശരിക്കും വർക്കൗട്ടായത് ചില പോർഷൻസിൽ ഞാൻ അനുഭവിച്ച ലൈക്ക് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു പാർട്ടായിട്ട് എനിക്ക് കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റി. ലൈക്ക് എന്തുകൊണ്ട് എവിടേക്കോ ഒരു സ്റ്റക്കായി പോയൊരു ലൈഫ്, അത് ഇനിയും അത് ലൈക്ക് റീസ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് ഈ മൂവി കണ്ടപ്പോൾ. അങ്ങനെ കുറേ പേർക്ക് ലൈക്ക് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്റ്റിൽ പ്രോസസ്സിങ് സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ മൂവി ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വർക്ക്, നിങ്ങളുടെ പീസ് ഓഫ് ആർട്ട്, അത് ആർക്ക് വേണ്ടിയിട്ടും ഒരു ടൈമിലും നോ കോംപ്രമൈസ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണോ ആ ഷോട്ട് വേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെയാണോ ആ പടം, ഒരു മൂവി ഏതായിക്കോട്ടെ, ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ, ഒരു ലോങ് ഫോർമാറ്റ് വീഡിയോ ആയിക്കോട്ടെ, ഫീച്ചർ ഫിലിം ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ കണ്ട വിഷൻ അത് ഹോൾഡ് ചെയ്യുക. ക്രിറ്റിസൈസ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടാവും. നിങ്ങൾ ആരെയും മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ വർക്ക് ചെയ്യുക. അതിപ്പം എനിക്ക് പറയാനുള്ളത് ലൈക്ക് ഞാൻ തന്നെ കുറേ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇതൊക്കെ കാണിച്ചു തരുന്ന ഒരു ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മൂവിയാണ്. പിന്നെ വീണ്ടും പറയുന്നത്, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മുടെ കുറേ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ഈ മൂവിയിലുണ്ട്. അത് ക്യാമിയോസ് ആണ്, അത് സ്പോയിലേഴ്സ് ആണ്, അധികം പറയുന്നില്ല. ഭയങ്കര ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സ് വന്നപ്പോൾ ആ മൂവി ഫുൾ എലിവേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ മൂവിയൊക്കെ ഇഷ്ടപ്പെടുന്ന, അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന, എപ്പോഴെങ്കിലും ഒരു നല്ലൊരു ഡയറക്ടർ, ഒരു ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ മൂവി പോയി കാണാം. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.